2023 എങ്ങനെ കണ്ട് കഴിഞ്ഞു എന്ന് പറയും, പക്ഷെ പെട്ടെന്ന് കഴിഞ്ഞു എന്തായാലും. ഇതുവരെയുള്ള വർഷം വെച്ച് നോക്കുമ്പോൾ 2021 ഡെവലപ്പായിരുന്നു. മൊത്തത്തിൽ നല്ല അഭിപ്രായം. കുഴപ്പമില്ലായിരുന്നു, ഒരു നല്ലൊരു വർഷമായിട്ട്. 2023 ഞാൻ വിചാരിച്ചതിനേക്കാളും ഒരുപാട് സർപ്രൈസുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു യാത്ര ചുമ്മാ പോയ ഒരാൾ. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് കൊട്ടാരക്കര കാർണിവൽ നടക്കുന്ന സ്ഥലത്താണ്. അപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുന്ന കാരണം ആളുകളെ പബ്ലിക് റെസ്പോൺസ് അറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് 2023 എന്നുള്ള വർഷം ജനങ്ങളെ എങ്ങനെയാണ് വരവേറ്റത് എന്നതിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു 2023 വർഷം, അതിന് പുതിയ വർഷമായ 2024 എങ്ങനെ വരവേൽക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞിട്ട് വരാം. അമ്മയ്ക്ക് 2023 എന്നുള്ള വർഷം എങ്ങനെയുണ്ടായിരുന്നു? നല്ല വർഷമായിരുന്നു. എന്താ സന്തോഷം, മറക്കാൻ പറ്റാത്തൊരു അനുഭവം എന്താ? അതൊക്കെ ഒരുപാട് ദുഃഖങ്ങൾ വരുമ്പോൾ മറക്കാൻ പറ്റത്തില്ലല്ലോ. അതിപ്പോൾ ഇവിടെ പറഞ്ഞാൽ നിങ്ങൾ സന്തോഷത്തിന് വേണ്ടി നിൽക്കുന്നവരല്ലേ, അത് പറയാൻ പറ്റത്തില്ല. നല്ല സന്തോഷമുള്ള ഒരു വർഷമായിരുന്നു 2023. ഇനി 2024 അങ്ങനെ ഒരു വർഷം ആവട്ടെ. ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ചേട്ടന് 2023 ഉള്ള വർഷം എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? ഒരുപാട് മാറ്റം ഉണ്ടായിരുന്നു. മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവങ്ങൾ? ഇല്ല, പൊതുവേ ഞാനൊരു ബിസിനസ്സുകാരനായതുകൊണ്ട് ബിസിനസ്സിൽ പൊതുവെ നല്ലൊരു ഡെവലപ്മെൻ്റ് ആയിരുന്നു ഈ 2023. ഇതുവരെയുള്ള വർഷം വെച്ച് നോക്കുമ്പോൾ 2021 ഡെവലപ്പായിരുന്നു. വളരെ മനോഹരമായ വർഷമായിരുന്നു. നമുക്ക് പ്രളയമോ അല്ലെങ്കിൽ വെള്ളപ്പൊക്കമോ ഒന്നും ഉണ്ടായിട്ടില്ല. മൊത്തത്തിൽ നല്ല അഭിപ്രായം. 2023 മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവം ജോലി കിട്ടി, PSC ആയിട്ട് ജോലി കിട്ടിയായിരുന്നു. പിന്നെ വേറെ എന്തെങ്കിലും 2024 എങ്ങനെയാണ് ഉയർച്ചകളുണ്ടായിട്ടുള്ളൂ. അതിക്രമിച്ചു വരുന്ന അതിക്രമങ്ങളൊക്കെ സ്ത്രീകൾക്കെതിരെയുള്ള ഭയങ്കര പ്രശ്നം. എങ്ങനെ ഉണ്ടായിരുന്നു 2023 എന്നുള്ള വർഷം? കുഴപ്പമില്ലായിരുന്നു, ഒരു നല്ലൊരു വർഷമായിട്ട് പറയാം. നല്ലതുമല്ല ചീത്തയല്ല എന്നുള്ള രീതിയിലായിട്ടുണ്ട്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? അത് ഞാൻ ഒരു ജോലിക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ഇഷ്യൂസ് കാരണം, പിന്നെ ഫാമിലി ഇഷ്യൂസ് കാരണം പോയിന്റ് ഒന്ന് അറിയിക്കണം. ഇനി 2024 എന്നുള്ള വർഷത്തെ എങ്ങനെ കാണുന്നത്? ശുഭപ്രതീക്ഷയിൽ പോകാണ് മുമ്പോട്ട്. ചേച്ചിക്ക് 2022 ആണോ നല്ലതായിട്ട് തോന്നിയത്, അതോ 2023 ആണോ നല്ലതായിട്ട് തോന്നിയത്? 2023 ഓരോ വർഷം കഴിയുന്നോറും അങ്ങനെ ഒരു ഇത് 2022 എന്ത് ചേച്ചിക്ക് ഒരു മാറ്റം വന്നിട്ടില്ലേ? മാറ്റങ്ങൾ വരുന്നുണ്ട്. ഓരോ വർഷം കൂടുന്നോറും ഓരോ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക. 2023 മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും? അതൊന്നും ഓർക്കുന്നില്ല. 2024 ഇനി എങ്ങനെ കാണുന്നത്? പുതിയൊരു വർഷത്തിന് നാളെ വരവേൽക്കുകയാണ്. 2023 ബെറ്റർ ആവണമെന്നുള്ളതാണ്. 2023 ആണോ 2022 ആണോ നല്ലത്? അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഓരോ വർഷം കാലഘട്ടം മാറുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുക. ഓരോ വർഷം കൂടി പുതിയ പുതിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു 2023? 2023 ഇപ്പോൾ ഞങ്ങൾ പോകാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതിക്ക് വെച്ചാണ് പുള്ളിക്കാർ വർക്ക് ചെയ്യുന്ന അവിടെയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് പോയിട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ, ഞങ്ങൾ രണ്ടുപേരും കൂടെ. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു, സന്തോഷമായിരുന്നു. ന്യൂ ഇയർ പ്ലാൻ എന്താ? ന്യൂ ഇയർ പ്ലാൻ പ്രത്യേകിച്ചൊന്നുമില്ല, ഇതുപോലൊക്കെ തന്നെ. 2023 എങ്ങനെ ഉണ്ടായിരുന്നു? 2023 എങ്ങനെ കണ്ട് കഴിഞ്ഞു എന്ന് പറയും, പക്ഷെ പെട്ടെന്ന് കഴിഞ്ഞു എന്തായാലും. ശരിയാണ്, പെട്ടെന്ന് കഴിഞ്ഞു. എന്നാലും എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്? മാറ്റങ്ങൾ എന്തോ ക്യാമറയുടെ എണ്ണം കൂടി, അല്ലാതെ കുറച്ച് പെറ്റി അധികം കിട്ടി. നല്ല അടിപൊളി വർഷം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു വർഷം മറക്കാൻ പറ്റാത്ത ഒരുപാട് വർഷം. ഒരു യാത്ര ചുമ്മാ പോയ ഒരാൾ. ഇനി 2024 ഭാവി പരിപാടികൾ? ഭാവി ഇനി ഫ്യൂച്ചർ തന്നെ തീരുമാനിക്കേണ്ടത്. ഒരു ഭാവിയും ഞാൻ കാണുന്നില്ല എന്നിൽ. പിന്നെ എന്താ, എങ്ങനെ ന്യൂ ഇയർ പരിപാടി എന്താ? ന്യൂ ഇയർ പരിപാടി ന്യൂ ഇയർ ആവശ്യങ്ങളെല്ലാം ഇവിടെ തന്നെ. രാത്രി 12 മണി വരെ അല്ലേ ഉള്ളൂ, ഇത് 10 മണി വരെ അല്ലേ ഉള്ളൂ. 12 മണിക്ക് എന്താ പരിപാടി? 12 മണിക്ക് എല്ലാവരും ചെയ്യുന്ന പോലെ വെള്ളമോടി നിർത്തുക എന്നുള്ള ഒരു പരിപാടി, അതല്ലാതെ നമുക്ക് വേറെ പരിപാടിയൊന്നും. ചേച്ചിക്ക് 2023 എന്നുള്ള വർഷം എങ്ങനെ ഉണ്ടായിരുന്നു? 2023 ഞാൻ വിചാരിച്ചതിനേക്കാളും ഒരുപാട് സർപ്രൈസുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം പിന്നെ സാധാരണ നമ്മൾ പറയത്തില്ല നമ്മൾ വിചാരിക്കുന്നതല്ല നടക്കുന്നതെന്ന്, പക്ഷേ അതിനേക്കാൾ അപ്പുറത്ത് ഞാൻ വലിയൊരു മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് 2023. പക്ഷേ ഇപ്പോൾ വലിയ പ്ലാനിങ് ഒന്നുമില്ല. കാരണം 2024 എന്താണോ ഒരു വിധി എന്താണോ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം. ഞാൻ ഒരുപാട് നാളെ വെയിറ്റ് ചെയ്തിരുന്ന ഒരാളൊരു മീറ്റ് ചെയ്യണമെന്നുണ്ട്. അത് വലിയൊരു സെലിബ്രിറ്റി ആയിരുന്നു. പക്ഷേ സാറിന് എനിക്ക് മീറ്റ് ചെയ്യാൻ സാധിച്ചു, സംസാരിക്കാൻ സാധിച്ചു. എൻ്റെ ഫേവറേറ്റ് സ്റ്റാർ മമ്മൂക്കയാണ്. അപ്പോൾ മമ്മൂക്കയെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഗോൾഡൻ മൊമെൻ്റായി കാണുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ജനങ്ങളെ 2023 എന്നുള്ള വർഷം എല്ലാവർക്കും ഒരേപോലെ അല്ല അവർക്ക് 2023 എന്നുള്ളത് ഉണ്ടായത്. ചിലർക്ക് 2022 ആണ് നല്ലത്, ചിലർക്ക് 2023 ആണ് നല്ലത്, ചിലവർ 2024 നല്ല വർഷമായിട്ട് കാണുന്നത്. അപ്പോൾ ഏകദേശം എല്ലാവർക്കും ഒരു നല്ല വർഷമായിരുന്നു ഇത് 2023. അതുപോലെ സമൂഹത്തിൽ ഇപ്പോൾ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ്.
ആ ഒരു കാലഘട്ടത്തിലും ആൾക്കാർ അവരുടെ സന്തോഷമൊക്കെ പങ്കുവെക്കാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും കൊട്ടാരക്കര മീഡിയയുടെ പുതുവർഷം ആശംസിച്ചുകൊണ്ട് ക്യാമറമാൻ ശ്രീകുമാറിനൊപ്പം നന്ദന.